ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് കാഷ്യൂവും കിസ്മിസും വറുത്ത് കോരുകയാണ്. കാഷ്യൂ ഇടുന്നു. ഇനി അതിലേക്ക് തന്നെ പെട്ടെന്ന് നമ്മൾ കിസ്മിസും കൂടി ഇടുന്നു. ഇനി അതിലേക്ക് സവാള, ഒരു സവാള അരിഞ്ഞത്, 2 പച്ചമുളക് വഴറ്റുന്നു. അതിലേക്ക് തന്നെ 2 ചുവന്ന മുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ശകലം കുറച്ച് മതി. നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന അത്രയൊന്നും വേണ്ട, കുറച്ച് മതി. ചേർത്ത് ഇളക്കും. ഒന്ന് ചുമന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്ത് ഇളക്കും. ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ഉള്ളിക്കൊക്കെ ആവശ്യത്തിന് മാത്രം ശകല ഉപ്പ് ചേർക്കുന്നു. ചുമന്ന കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ്. അത് റൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്നത് റൈസാണ്. വെന്ത് വെച്ചിരിക്കുന്ന പൊന്നി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വെന്ത് വെച്ചിരിക്കുന്നത്. അതിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് അതിലേക്ക് തട്ടി ഇനി ഒന്ന് നല്ലൊരു ഇളക്കി ആവശ്യത്തിനുള്ള ചോറിനുള്ള ഉപ്പും ഇട്ടു. ഇനി നമ്മളിടുന്നത് ഒരു നാരങ്ങയുടെ നീരാണ്. അത് മൊത്തം ഒഴിക്കേണ്ട, കുറച്ചൊഴിച്ചാൽ മതി. ഇങ്ങനെ ഒരു നാരങ്ങ നീര് മൊത്തം വേണ്ട. അതും പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിയില വിതറുന്നു. ഇത്രയുമേ ഉള്ളൂ ലെമൺ റൈസ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൂടെ റെഡിയാക്കാം. ഇനി നമ്മൾ ഒരു ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഒരു എഗ്ഗ് റോസ്റ്റ് തന്നെയാണ്. ആദ്യം ചട്നി ഉണ്ടാക്കാം. അതിന് നമ്മൾ തവ വെച്ചു. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് കടുകിടാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. 5 തക്കാളിക്ക എടുത്തിട്ടുണ്ട് പഴുത്തത്. അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഉള്ളി നല്ല ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കാം. ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോയും നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് ഉപ്പ് മാത്രം ചേർത്താണ്. ഇനി നമ്മളിതിലേക്ക് ഇത്തിരി പൊടികളൊക്കെ ചേർക്കുകയാണ്. ആദ്യം നമ്മൾ ചേർക്കുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ നടുഭാഗത്തേക്ക് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് ഒരിത്തിരി വെള്ളം, ശകലം മതി, അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കണം. ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ചാൽ കറി റെഡി. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഇത് വാങ്ങാവുന്നതാണ്. നമ്മളൊന്ന് അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ഒന്ന് സിമ്മിലേക്ക്. ഇവിടെ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ഇടുന്നത് മുട്ട, ഇത്തിരി ഉപ്പും മഞ്ഞൾ പൊടിയും മാത്രം ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ലെമൺ റൈസിന് ഈ ടൊമാറ്റോ ചട്നിയും അതിൻ്റെ കൂടെ ഒരിത്തിരി ബീഫ് റോസ്റ്റും ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ടൊമാറ്റോ ചട്നിയും ബീഫ് റോസ്റ്റും നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെയാണ് ഇങ്ങനെ എഗ്ഗ് റോസ്റ്റ് ചെയ്ത് നമ്മൾ ഇടുന്നത്. അതും നല്ല ടേസ്റ്റിയാണ്.